എവിടെയും പോവില്ല. കല്യാണം കഴിച്ച് നാട് വിടാൻ വേണ്ടിയിട്ടല്ല ഞങ്ങൾ നിന്നെ വളർത്തി വലുതാക്കിയത്. കൈ വളരുന്നോ കാല് വളരുന്നോ എന്ന് നോക്കി വളർത്തിയിട്ട് ഇപ്പൊ നാട് വിടണമെന്നോ? എന്താ ദുർഗേച്ചി? ഇവന് തുളസിയെ വിവാഹം കഴിച്ച് നാട് വിടണോ അത്ര? അതിന് ഞങ്ങൾ കൂട്ടു നിൽക്കണമെന്ന്. തുളസി വിവാഹം കഴിക്കാൻ പോകുന്നത് ശ്രീഹരിയല്ലേ? ആ കാര്യം കുറച്ചു മുമ്പ് തുളസി സമ്മതിച്ചതാണല്ലോ. നിങ്ങൾക്ക് മുന്നിലെ വെറും കോമാളികളാണ് ഞങ്ങളെന്ന് വിചാരിക്കരുത്. അവളെ സ്നേഹം നടിച്ച് വിളിച്ചു വരുത്തിയിട്ട് ഒറ്റിക്കൊടുക്കാനുള്ള തന്ത്രമായിരുന്നില്ല ഇവിടെ നടന്നത്. അതെങ്ങനെ നീ അറിഞ്ഞു? ശ്രീഹരിയും തുളസിയുമായുള്ള വിവാഹത്തിന് ഉടനെ തീരുമാനമാവും. അത് നിന്നെ ചതിച്ചുകൊണ്ടാവില്ല, നീ അറിഞ്ഞുകൊണ്ട് തന്നെ ആയിരിക്കും. അമ്മ എന്റെ കൂടെ ഉണ്ടാവണം. അച്ഛനെ എതിർത്തപ്പോ അമ്മ കൂടെ ഉണ്ടല്ലോ എന്ന ആശ്വാസത്തിലായിരുന്നു ഞാൻ. അമ്മ എന്നെ കൈ ഒഴിയായിരുന്നു. നിന്റെ ഒപ്പം തന്നെ നിൽക്കാൻ തീരുമാനിച്ചവളായിരുന്നു ഞാൻ. പക്ഷേ അച്ഛൻ ഇഷ്ടമില്ലാത്തതൊന്നും ഇനി ഞാൻ ചെയ്യില്ല. നീയും തുളസിയുമായുള്ള വിവാഹം അച്ഛന് താല്പര്യമില്ലാത്ത കാര്യമാണ്. അതുകൊണ്ട് തന്നെ ആ ഒരു കാര്യത്തിന് വേണ്ടി എന്നെ നീ ഇനി നിർബന്ധിക്കണ്ട. അച്ഛന്റെ അമ്മയുടെ ഇഷ്ടത്തിനനുസരിച്ച് ജീവിക്കുക. അതാണ് ഒരു മകൻ എന്ന നിലയിൽ നീ ഞങ്ങൾക്ക് വേണ്ടി ചെയ്യേണ്ടത്. അത് മനസ്സിലാക്കാതെ ഇവിടെ വന്ന് തുളസിയുടെ പേരിൽ തർക്കിച്ചതുകൊണ്ട് ഒരു കാര്യമില്ല. ഞങ്ങളെ വേർപെടുത്താൻ ശ്രമിക്കരുത്. എന്റെയും തുളസിയുടെ ഉള്ളിൽ ആഗ്രഹങ്ങൾ കോരി നിറച്ചത് അച്ഛനാണ്. അതെന്തിനായിരുന്നു? എന്നിട്ടിപ്പോ ഞങ്ങളെ തമ്മിൽ അകറ്റാൻ വേണ്ടിയിട്ട് മന്ത്രിക്ക് കോഴ കൊടുക്കുന്നു. അറിയാച്ച, എന്താ അച്ഛന്റെ പ്രശ്നം? എന്തിനാ ഞങ്ങളെ തമ്മിൽ പിരിക്കാൻ ഇത്ര പാടുപെടുന്നേ? പറയാച്ച, ഇപ്പോഴെങ്കിലും അത് പറഞ്ഞേ പറ്റൂ. പറയച്ച. ആദിയും തുളസിയുമായുള്ള വിവാഹം നടക്കുന്നതോടെ ഒരു മരണം അത് സുനിശ്ചിതമാണ്. വിവാഹം കഴിഞ്ഞ 3-ാം ദിവസം അത് സംഭവിക്കും. ഒരകാല മൃത്യു. നക്ഷത്രവിധി പ്രകാരം ഇവർ ഒന്നിച്ചാൽ വധുവിന്റെ അമ്മയ്ക്ക് മരണം സംഭവിക്കും. പറയച്ച, എന്തിനാ ഞങ്ങൾ അകറ്റാൻ നോക്കുന്നേ? പറയച്ച, പറയാൻ. നീ അച്ഛനെ ചോദ്യം ചെയ്യാൻ മാത്രം വളർന്നു അല്ലേ? ഞാനും തുളസിയായിട്ടുള്ള വിവാഹം നടത്തി തരാന്ന് ഒരുപാട് തവണ വാക്കുന്നതേ അച്ഛൻ. അങ്ങനെയാണെങ്കിലേ നീ ആദരയ്ക്കും വാക്ക് കൊടുത്തിട്ടുണ്ടല്ലോ. ആദരയ്ക്ക് വാക്ക് കൊടുക്കാൻ ഞാനോ? വാക്കല്ല, സ്വപ്നങ്ങള്. നിന്നെ മാത്രം സ്വപ്നം കണ്ടോണ്ടാ ആദര ഈ വീട്ടിൽ കഴിയുന്നത്. അവളോട് നീ എന്ത് പറയും? അവളോട് പോയി ചാവാൻ പറ. ആദ്യം
എന്താ പെട്രോൾ തീർന്നോ അതോ വണ്ടി പഞ്ചറായോ? ചേടാ, നിന്റെ ജീവിതം പോലെ തന്നെയാണല്ലോ നിന്റെ ബൈക്കും. നീ ഒട്ടും മുമ്പോട്ട് പോവില്ല, ബാക്കിയുള്ളവരെ പോവാനും സമ്മതിക്കില്ല. നിന്റെ തമാശ കേൾക്കാൻ വേണ്ടി നിൽക്കുന്നതല്ല ഞാൻ. നിന്നോട് തമാശ പറയാനുള്ള മൂഡിലും അല്ല ഞാൻ. ഞാൻ സീരിയസ് ആയിട്ട് ഒരു കാര്യം പറയാനാ നിന്നെ ഇവിടെ കാത്തു നിന്ന്. സീരിയസ് കാര്യമായിരുന്നെങ്കിൽ വീട്ടിൽ വരായിരുന്നല്ലോ. ഇങ്ങനെ നടുവഴി വെച്ചിട്ടാണോ സീരിയസ് കാര്യം സംസാരിക്കുന്നത്? തുളസി, എനിക്ക് നിന്നെ വേണം. ഞാൻ നിന്നെ മാത്രമേ വിവാഹം കഴിക്കൂ. ആരൊക്കെ എതിർത്താലും ശരി, അതൊന്നും എനിക്ക് പ്രശ്നമല്ല. അങ്ങനെ പ്രശ്നമില്ല എന്നൊക്കെ നീ പറയും, എന്നിട്ട് എതിർപ്പുകൾക്ക് മുമ്പിൽ നീ ചോളിപ്പോവുകയും ചെയ്യും, പ്രത്യേകിച്ചും നിന്റെ അച്ഛന്റെ മുമ്പിൽ. അതൊന്നും എനിക്കൊരു പ്രശ്നമല്ലെന്ന് ഞാൻ പറഞ്ഞില്ലേ. നീ എന്നെ സ്നേഹിക്കുന്നുണ്ടോ? ആ കാര്യത്തില് നിനക്കിപ്പോഴും സംശയമാണോ? തീർച്ചയായും. നീ എന്നെ സ്നേഹിച്ചിരുന്നെങ്കിൽ ഇപ്പൊ ഈ വീരവാദ മുഴക്കലൊന്നും വേണ്ടി വരില്ലായിരുന്നു. ഞാൻ ഇനി എന്റെ നെഞ്ചു പിളർന്ന് കാണിക്കണോ നിന്നെ സ്നേഹിക്കുന്നു വിശ്വസിപ്പിക്കാൻ? അതെ, വിവാഹ നിശ്ചയത്തിന്റെ തൊട്ടടുത്ത് വെച്ചാ നിന്റെ അച്ഛൻ നീ എന്നെ അണിയിക്കാൻ ഒരുക്കിയ മോതിരം മൂരി എറിഞ്ഞു കളഞ്ഞത്. പൂക്കുലയും നിറപറയും ഒക്കെ തട്ടിത്തെറിപ്പിച്ച നമ്മുടെ മുമ്പിൽ സത്യം പോലെ തെളിഞ്ഞു കത്തിയിരുന്ന നിലവിളക്ക് തട്ടിയെറിഞ്ഞ് എന്നെയും നിന്നെയും അകറ്റാൻ ശ്രമിച്ചത്. നീ എന്നെ സ്നേഹിക്കുന്നുണ്ടായിരുന്നെങ്കിൽ ആ നിമിഷം നീ എന്റെ കഴുത്തിൽ ഒരു ചരടെങ്കിലും കെട്ടി നീ എന്നെ വിവാഹം ചെയ്യുന്ന ഞാൻ മോഹിച്ചിരുന്നു. അതുണ്ടായില്ല. ഈ പ്രണയവും വിവാഹമൊക്കെ ധൈര്യമുള്ളവർക്ക് പറഞ്ഞിട്ടുള്ളതാ. നിന്നെപ്പോലെ ജീവിതകാലം മുഴുവൻ അച്ഛന്റെ ചൊൽപ്പിടിക്ക് നിൽക്കുന്ന ഒരുവന് പ്രണയ വിവാഹം ഒന്നും പറഞ്ഞിട്ടില്ല. ഇത് നീ പലതവണ എന്നോട് പറഞ്ഞു കഴിഞ്ഞു. ഇനിയും പറയേണ്ടി വരും. കാരണം സ്നേഹം പ്രണയം എന്നൊക്കെ പറഞ്ഞ് നീ ഇനിയും എന്റെ പിന്നാലെ വന്നാ എനിക്കിത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കേണ്ടി വരും. അതുകൊണ്ട് നീ നിന്റെ ബഹുമാനപ്പെട്ട അച്ഛനോടും അമ്മയോടും ചെന്ന് പറ, തുളസിയെ മറ്റൊരാൾക്ക് വിവാഹം കഴിപ്പിച്ചു കൊടുക്കാൻ പ്രയാസപ്പെടുന്ന നേരം കൊണ്ട് നിനക്കൊരു പെണ്ണിനെ കാണിച്ചു തരാം. എന്നിട്ട് അവളെയും കല്യാണം കഴിച്ച് നിന്റെ അച്ഛനും അമ്മയും പറയുന്നതനുസരിച്ച് സുഖമായിട്ട് ജീവിക്കും. തുളസി, പ്ലീസ്, ഞാൻ പറയുന്നൊന്ന് കേൾക്ക്. ഇനി നീ പറയുന്നതും കേട്ടോണ്ടിരുന്നാലേ എന്റെ ജീവിതം നശിച്ചു പോവും. അതുകൊണ്ട് തൽക്കാലം എന്റെ ഭാവി തുലയ്ക്കാൻ ഞാൻ തീരുമാനിച്ചിട്ടില്ല. ഏറി വന്നാ ഞാൻ നിന്നെ തേച്ചിട്ട് പോയിന്ന് പറയുമായിരിക്കും. ചങ്കൂറ്റ ഇല്ലാത്ത കാമുകന്റെ കൂടെ പോകുന്നതിനേക്കാൾ നല്ലത് തേപ്പുകാരി എന്ന പേര് വാങ്ങിച്ചു വെക്കുന്നത് തന്നെ. ഞാൻ പറഞ്ഞില്ലേ തുളസി, ആരൊക്കെ എതിർത്താലും ഇനി ഞാൻ എന്റെ തീരുമാനത്തിൽ നിന്ന് മാറില്ല. നിന്നെ ഞാൻ വിവാഹം ചെയ്തിരിക്കും. ഒരാളെ എതിരാണെങ്കിലോ? ആരെയും ഞാൻ വിലവെക്കില്ല. എനിക്ക് നീ വേണം. ആ എതിര് നിൽക്കുന്ന ആള് നിനക്ക് അത്രയ്ക്ക് വേണ്ടപ്പെട്ട ആളാണെങ്കിലോ? ആരും എനിക്ക് പ്രശ്നമല്ല. ഈ ഒരു കാര്യത്തില് അച്ഛനേക്കാൾ എതിർക്കാൻ ആരുമില്ല. ആ അച്ഛന്റെ എതിർപ്പ് എനിക്ക് വിഷയമല്ല. ഞാൻ എതിരാണെങ്കിലോ? നമ്മൾ തമ്മിലുള്ള വിവാഹത്തിന് ഞാൻ എതിരാണെങ്കിലോ എന്ന്. ഞാൻ പോവാ. കുറച്ച് കൂടിപ്പോയോ? ഇത്രയെങ്കിലും പറഞ്ഞില്ലെങ്കിൽ അവന്റെ തലയിൽ ഒന്നും കയറില്ല. എല്ലാം പറഞ്ഞു കഴിഞ്ഞിട്ട് കുറച്ച് കൂടിപ്പോയോന്ന് ചോദിക്കുന്നതിൽ കാര്യമില്ല. കുറച്ചല്ല, കുറച്ചധികം കൂടിപ്പോയെന്നെ ഞാൻ പറയും. ആ ഒരു ചിന്ത വന്നതുകൊണ്ടാണല്ലോ ഞാൻ നിന്നോടെല്ലാം പറഞ്ഞത്. ആദിയെ സംബന്ധിച്ച് നോക്കുമ്പോ അവനിപ്പോ മാനസികമായിട്ട് തകർന്നു നിൽക്കുക. പ്രസാദ് സാർ നിങ്ങളുടെ വിവാഹത്തിന് സമ്മതിക്കുന്നുമില്ല.
ദുർഗമ്മയുടെ മനസ്സിൽ എന്താണെന്ന് നിങ്ങൾക്ക് ആർക്കും അറിയേയില്ല. ഈ അവസ്ഥയിലേക്കാണ് മന്ത്രിയുടെ അനിയന്റെ അരങ്ങേറ്റം. അവിടെയും നീ അവനെ പറഞ്ഞ് നിരുത്സാഹപ്പെടുത്തുകയാണ് ചെയ്തത്. അവനെ കുറച്ച് ഉത്തരവാദിത്വത്തിന്റെ കുറവുണ്ട്, അത് ശരിയാക്കി എടുക്കണം. അതിനുവേണ്ടിയാ ഞാൻ അവനോട് ഇങ്ങനെയൊക്കെ സംസാരിച്ച. ബെസ്റ്റ്. ഇതിനെയാണ് മലയാളത്തിൽ പറയുന്നത് ഇടി വെട്ടിയവനെ പാമ്പ് കടിച്ചെന്ന്. എടി, ശ്രീഹരിയോട് നിനക്ക് ഒരു താല്പര്യമില്ലെന്നും എന്തൊക്കെ സംഭവിച്ചാലും ആദ്യം മാത്രമേ വിവാഹം കഴിക്കുള്ളൂ എന്നും അവനോട് തുറന്നു പറഞ്ഞൂടായിരുന്നോ? അതൊക്കെ അവന് മനസ്സിലാവുന്ന വിധത്തിൽ പല തവണ ഞാൻ പറഞ്ഞു കഴിഞ്ഞതാ. പക്ഷെ അതൊന്നും അവന്റെ തലയിൽ കയറുന്നില്ല. നീ അവനെ ചീറ്റ് ചെയ്യുകയാണെന്നായിരിക്കില്ലേ ആദ്യം ഇപ്പൊ വിചാരിക്കുക. ജനിച്ച അന്നു മുതൽ ഞങ്ങൾ ഒരുമിച്ച. ഇത്രയും കാലം കൂടെ നടന്നിട്ടും അവൻ എന്നെ വിശ്വാസമില്ലെങ്കിൽ അവനോട് ഞാൻ പിന്നെ എന്തു പറയാന്? ഇത് വിശ്വാസത്തിന്റെ പ്രശ്നമല്ല. അവന്റെ സ്ഥാനത്ത് വേറെ ആരായാലും തെറ്റിദ്ധരിക്കപ്പെടും. എന്തിന്? എന്നെ വിശ്വാസം ഇല്ലാത്തോണ്ടല്ലേ തെറ്റിദ്ധരിക്കുന്നത്? അവനെ വിശ്വസിപ്പിക്കാൻ വേണ്ടി നീ അവനോട് എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? നീയും മന്ത്രിയായിട്ടുള്ള ബന്ധത്തെക്കുറിച്ച് പോലും നീ അവനോട് പറഞ്ഞിട്ടില്ലല്ലോ. അതിനിടയില മന്ത്രിയുടെ അനിയൻ നിന്നെ പെണ്ണന്വേഷിക്കുന്നതും അവര് വീട്ടിൽ വരുന്നതും അത് കഴിഞ്ഞ് ദേവമംഗലത്തേക്ക് വരുന്നതും നിന്നെ അവിടേക്ക് ക്ഷണിച്ചോണ്ട് പോകുന്നതും. ഇതൊക്കെ അറിയുമ്പോ അവന്റെ മനസ്സിൽ സംശയം ഉണ്ടാകും. അതിനാദ്യം കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല. ഞാനിപ്പോ എന്താ വേണ്ടത്? ആദ്യോട് മാപ്പ് പറയണോ? മാപ്പ് പറയണമെന്നല്ല, ഇനിയെങ്കിലും അവനെ വിഷമിപ്പിക്കാതെ നോക്കണം. ഞാൻ ശ്രമിക്കാം. എന്ന് കരുതി സെന്റി അടിക്കാനൊന്നും എന്നെ കൊണ്ടുവയ്യ. ഞങ്ങളുടെ കല്യാണം ആവുമ്പോഴേക്കും ആദ്യം കുറച്ച് ബോൾഡാക്കി മാറ്റണം. അതാ എന്റെ ലക്ഷ്യം. നീ അവനെ ബോൾഡാക്കി എടുക്കുമ്പോഴേക്കും ദുർഗാമ്മയും മംഗളപ്പച്ചയും ചേർന്ന് അവനെ കൊണ്ട് ആദ്യ വിവാഹം കഴിപ്പിക്കും. ആദ്യം അതില്ലാതാക്കാൻ നോക്ക്. അങ്ങനെയൊന്നും സംഭവിക്കില്ല. പറയാൻ പറ്റില്ല മോളെ. സംഭവമേ യുഗേ യുഗേ. എന്നാ പിന്നെ ഞാൻ പോകുന്നു. എല്ലാം അപ്പച്ചി വിചാരിച്ചതുപോലെ തന്നെ നടക്കുന്നുണ്ട്. ഇല്ല, തുളസിയില് നല്ല മാറ്റമുണ്ട്. എങ്ങനെ മനസ്സിലായെന്നോ? ആദ്യം തന്നെ അവന്റെ പെരുമാറ്റം കണ്ടാൽ അറിയാൻ സാധിക്കുമല്ലോ തുളസിയായിട്ടുള്ള സ്വരച്ചേർച്ച. അതെ അപ്പച്ചി, എല്ലാം നമുക്ക് ഗുണം ചെയ്യുമെന്ന് തന്നെ കരുതാം. നോക്കണം. ഞാൻ വിളിക്കാം. ദുർഗന്റെ മാമൂസ് എന്താ പറയുന്നേ? എത്രയും പെട്ടെന്ന് നീയും ആദ്യമായിട്ടുള്ള എൻഗേജ്മെന്റ് നടത്തണമെന്ന്. അതെയോ? നിന്റെ മാമൂസിന് അവിടെ ഇരുന്ന് കൽപ്പിച്ചാ മതിയല്ലോ. ഇവിടുത്തെ കാര്യങ്ങളൊന്നും അറിയണ്ടല്ലോ. മംഗളപ്പച്ചിയോടൊന്ന് ഇവിടം വരെ വരാൻ പറയായിരുന്നില്ലേ ദുർഗേച്ചിക്ക്? ഞാൻ പറയാഞ്ഞിട്ടാണോ? മാമൂസിന് സുഖമില്ലാത്തോണ്ടാ? അതൊന്നുമല്ല. പുതിയ ഏതോ ഒരു ബിസിനസ്സിൽ നിന്റെ മാമൂസ് തലവെച്ചിട്ടുണ്ട്. ഓ, അത് ശരി. എന്ന് വെച്ചാ ഇനി മംഗളപ്പച്ചിയെ നമ്മള് കാക്കണ്ടാന്ന്. അപ്പച്ചി വരും. അപ്പോഴേക്കും നമുക്ക് ചില കാര്യങ്ങൾ ചെയ്തു തീർക്കാനുണ്ട്. അല്ലെങ്കിൽ ഇനി കളത്തിലിറങ്ങി കളിക്കേണ്ടത് ദുർഗേച്ചി തന്നെയാ. മന്ത്രിയുമായി തുളസിയേക്കാൾ ബന്ധം ഇപ്പൊ ദുർഗേച്ചിക്കാ. അതുകൊണ്ട് തന്നെ ദുർഗേച്ചി വിചാരിച്ച എല്ലാം വേഗത്തിൽ നടക്കുകയും ചെയ്യും. ജയനും പ്രിയയും തുളസിയും ഇതുവരെ മന്ത്രിക്ക് മറുപടി കൊടുക്കാത്ത സ്ഥിതിക്ക് എന്നെ കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും? എന്തെങ്കിലും ചെയ്യണം ദുർഗേച്ചി. എന്ത് കള്ളത്തരം കാണിച്ചിട്ടായാലും വേണ്ടില്ല, തുളസിയും ശ്രീഹരിയുമായുള്ള വിവാഹം നടന്നിരിക്കണം. ആ ആഗ്രഹം എനിക്കുണ്ട്. പക്ഷെ എങ്ങനെ? മിനിസ്റ്ററോട് പറഞ്ഞ എത്ര വേഗം കല്യാണം നടത്താൻ പറയാ ആന്റി. മിനിസ്റ്റർ വിചാരിച്ചിട്ടൊന്നും കാര്യമില്ല. ശ്രീഹരി തുളസി വിവാഹം നടക്കണമെങ്കിൽ തുളസി തന്നെ വിചാരിക്കണം. അവള് വാക്കുകൊടുത്തു കഴിഞ്ഞാൽ ആ വിവാഹം എങ്ങനെ നടത്തണമെന്ന് എനിക്കറിയാം. എങ്ങനെ ആന്റി? ആർഭാടമായിട്ട്. അതിന്റെ മുഴുവൻ ചെലവും ഞാൻ വഹിക്കും. തുളസിയും ശ്രീഹരിയുമായിട്ടുള്ള വിവാഹ നിശ്ചയം മുതൽ കല്യാണം വരെ പ്രസാദേട്ടന്റെ പരിപൂർണ ഉത്തരവാദിത്തത്തിലായിരിക്കും നടക്കുക. അതെ ചേച്ചി, എല്ലാം പ്രസാദ് സാർ തന്നെ മുൻകൈയെടുത്ത് നടത്തണം. ഒരു വാക്ക്, ഒരു സൂചന ജയന്റെയോ പ്രിയയുടെയോ തുളസിയുടെയോ ഭാഗത്തുനിന്നുണ്ടായാ മതി. പിന്നെ തുളസി ഉറങ്ങി എഴുന്നേൽക്കുന്നത് ശ്രീഹരിയുടെ മണിയറയിൽ നിന്നായിരിക്കും. ഇനി അങ്ങനെ എങ്ങോട്ട് പോണം?
പറഞ്ഞോ. റൈറ്റ്. അയ്യേ, എലിഫന്റിനൊന്നും അറിയില്ല. ഇത് ലെഫ്റ്റ് അല്ലേ? ഓ സോറി സോറി സോറി. കുടിക്ക് താഴെയിടും. എന്തുവാടാ ഇത്? ദിവസം ഈ ആന തന്നെ ഉള്ളോ? ഒന്ന് മാറ്റി പിടിക്ക്. ഇന്നലെ പിടിയാനായിരുന്നു അല്ലേ മോളെ? അതെ അമ്മേ, ഇന്നലെ പിടിയാനായിരുന്നു. അപ്പൊ ഇന്നോ? ഇന്ന് കൊമ്പനാന. മിനിഞ്ഞാന്ന് മതയാന. അതിന്റെ തലേന്ന് കുഴിയാന. പിന്നെ കാട്ടാന, വീട്ടാന, നാട്ടാന, അങ്ങനെ വെറൈറ്റികൾ ഒരുപാടുണ്ടല്ലോ. മതി മതി മതി. ഹാപ്പി ആയോ? മോള് പോയിരുന്നു കഴിച്ചോട്ടോ. ഇങ്ങനെ പോയാ നീ ഈ കുട്ടിക്കളികളൊക്കെ ഉടനെ അവസാനിപ്പിക്കേണ്ടി വരും. എന്തു പറ്റി? ഞാൻ തുളസിയുടെ മാമന്റെ വീട്ടിൽ പോയിരുന്നു. തുളസിയും വന്നിരുന്നു അവിടെ. എന്നിട്ട്? ഓ, തുളസി എന്ന് പറഞ്ഞപ്പോ അവന്റെ കണ്ണങ്ങ് വെളി വന്നല്ലോ. എന്നിട്ട് തുളസി എന്ന് പറഞ്ഞു? എന്തായാലും അവൾക്ക് നിന്നോട് ഇഷ്ടക്കേടൊന്നുമില്ല. അപ്പോഴും ഇഷ്ടമാണെന്ന് പറഞ്ഞില്ല? അതൊക്കെ പറയാതെ തന്നെ മനസ്സിലാക്കി എടുക്കാവുന്നതല്ലേ ഉള്ളൂ. എന്നാ അമ്മ മാമനാ ചേച്ചിയെ കല്യാണം കഴിക്കുന്ന? ചേച്ചിയല്ല, ആന്റി. അതിന് മാമന്റെ കല്യാണം കഴിഞ്ഞില്ലല്ലോ. ആഹാ, മെടുക്കി. കല്യാണം കഴിഞ്ഞാലും നീ ചേച്ചി വിളിച്ചാൽ മതി കേട്ടോ. അതൊന്നും വേണ്ട, ആന്റി തന്നെ വിളിച്ചാൽ മതി. അത് ചേച്ചിയാണോ തീരുമാനിക്കുന്നത്? പിന്നെ ഞാനല്ലാതെ വേറെ ആരാ തീരുമാനിക്കുന്നത്? നിങ്ങൾ രണ്ടുപേരും വഴക്കുണ്ടായിക്കോ, ഞാൻ പോന്നു. അവർക്ക് കല്യാണം ഉടനെ നടത്തണമെന്നുണ്ട്. അതെയോ? തുളസിയുടെ അമ്മായിയോ എല്ലാത്തിനും ഇൻട്രസ്റ്റ് എടുക്കുന്നത്. നീ തെറ്റിദ്ധരിച്ചതുപോലെയൊന്നും അല്ല. അവർക്ക് നല്ല സ്വഭാവം. തുളസിയെ സ്വന്തം മകളെ പോലെ തന്നെയാ അവര് കൊണ്ടു നടക്കുന്നത്. അല്ലെന്ന് ഞാൻ പറഞ്ഞിട്ടില്ലല്ലോ. നിനക്ക് അവരോട് എന്തോ വിശ്വാസക്കുറവുണ്ടായിരുന്നു. അത് പിന്നെ വിവാഹത്തിന് സമ്മതം തരേണ്ടത് തുളസിയല്ലേ, അല്ലാതെ അമ്മായി അല്ലല്ലോ. ആ കാര്യമല്ലേ ഞാൻ പറഞ്ഞത്. എന്തായാലും നീ ടെൻഷൻ അടിക്കണ്ട. അവിടെ എല്ലാരും നമുക്ക് ഫുൾ സപ്പോർട്ടാ. പക്ഷേ തുളസി? ഓ, തുളസിയും സപ്പോർട്ടാണെന്ന് പറഞ്ഞില്ലേ? എന്തോ നാടാ ഇത്? അറിയാത്ത നമ്പറാണല്ലോ. എടുക്കണോ? ഹലോ ഹലോ, ആരാണെന്ന് മനസ്സിലായോ? ശബ്ദം കേട്ട് മനസ്സിലാക്കാൻ മമ്മൂട്ടി മോഹൻലാലോ ഒന്നും അല്ലല്ലോ. ചിരിച്ചു പേടിപ്പിക്കാതെ ആരാന്ന് വെച്ച പറ, എനിക്ക് വേറെ ജോലിയുണ്ട്. ഹരിയ, ശ്രീഹരി. ഓ സോറി, എന്റെ കയ്യിൽ നമ്പർ ഇല്ലായിരുന്നു. സത്യമായിട്ട് എനിക്ക് ആരാന്ന് മനസ്സിലായില്ല. അതിനെന്താ, ഞാനതൊരു തമാശയായി എടുത്തുള്ളൂ. എന്തായാലും തുളസിയുടെ ഗട്സ് മനസ്സിലായല്ലോ. ഇത്തരം ബോൾഡായ കുട്ടികളാണ് എനിക്കിഷ്ടം. ചേച്ചി എന്നോടെല്ലാം പറഞ്ഞു. ഞാനിപ്പോ നല്ല ഹാപ്പിയാണ്. തുളസി ഹാപ്പിയാണെന്ന് ചേച്ചി പറഞ്ഞു. എന്താ ഒന്നും പറയാത്തത്? അൺനോൺ നമ്പർ കണ്ടിട്ട് കലുതുള്ളി ആളിന്റെ ശബ്ദം പെട്ടെന്ന് നിലച്ചുപോയോ? പറയൂ, എന്തെങ്കിലും പറയൂ. തുളസിയുടെ സംസാരം കേൾക്കാൻ നല്ല രസമാണ്. സോറി. എന്തിനാ സോറി? അതല്ല, എനിക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങളാണ്. പറഞ്ഞില്ലേ, ബോൾഡായ പെൺകുട്ടികളോട് എനിക്ക് ഇഷ്ടവും ബഹുമാനവുമാണ്. തുളസിക്ക് നാണോ? അതെനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. ഞാൻ പിന്നെ സംസാരിക്കാം. ബുദ്ധിമുട്ടാണെങ്കിൽ സംസാരിക്കണമെന്നില്ല, നമുക്ക് നേരിൽ കാണാം. ഈശ്വരാ, ബാധ ഒഴിഞ്ഞെന്ന് വിചാരിക്കുമ്പോ നേരിട്ട് കാണാന്നോ? ഓക്കെ ഓക്കെ.